ഹായ് ഫ്രണ്ട്സ്, ഈസിയായി ഈ നെക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഒരു ക്യാൻവാസ് എടുത്ത് മടക്കി വെക്കുക, രണ്ടായി മടക്കി വെക്കുക. അതിൽ നെക്ക് അകലം 3 നെക്ക് ഡെപ്ത്ത് 6.5 മാർക്ക് ചെയ്യുക. ഈ 2 പോയിൻറ്റും യോജിച്ച് ഒരു ബോക്സ് രൂപത്തിലാക്കി മാറ്റുക. ഉണ്ട് 4.5 ഒരു മാർക്ക് ചെയ്യുക. ആ 4.5 പോയിൻറ്റും 6.5 പോയിൻറ്റും യോജിപ്പിച്ചിട്ട് ഒരു വര വരയ്ക്കുക. അപ്പോൾ ഒരു ഷേപ്പ് കിട്ടും. ഇപ്പോൾ കിട്ടിയ ഷേപ്പ് വെച്ച് പുറത്തെ എല്ലാ സൈഡിലേക്കും 2 ഇഞ്ച് 2 ഇഞ്ച് വീതം മാർക്ക് ചെയ്യുക. എന്നിട്ട് അതും ഒരു ഷേപ്പാക്കി മാറ്റുക. ഈ ഷേപ്പ് കട്ട് ചെയ്ത് മാറ്റുക. കഴുത്തകലം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രിഡ്ജ് മുകളിൽ 1/2 ഇഞ്ച് വെക്കണം. എന്നിട്ട് പേൾപ്പിൻ കുത്തിയിട്ട് വേണം ഈ ഷേപ്പ് മുറിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഷേപ്പ് മാറിപ്പോകും. എന്നിട്ട് ഈ ഷേപ്പ്, ഈ ക്യാൻവാസ്, മുറിച്ച ക്യാൻവാസ് ഇനി തുണിയുടെ നല്ല ഭാഗത്ത് കൊണ്ട് വയ്ക്കണം. ക്യാൻവാസിൻ്റെ നല്ല ഭാഗവും തുണിയുടെ നല്ല ഭാഗവും ഫേസ് ടു ഫേസ് ഇരിക്കുന്ന മാതിരി വേണം പിൻ ചെയ്ത് സെക്യൂർ ചെയ്യാൻ. എന്നിട്ട് 4 ഇഞ്ച് അകലത്തിൽ എല്ലാ സൈഡും അടയാളപ്പെടുത്തുക. എന്നിട്ട് കറക്റ്റ് ഷേപ്പിൽ തുണി മുറിച്ച് മാറ്റുക. എന്നിട്ട് മെഷീനിൽ അടിച്ചെടുത്ത് കൊണ്ടുവരിക. ആ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയത് ആണ് മെഷീനിൽ അടിച്ചെടുത്തുകൊണ്ട് വരേണ്ടത്. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നോച്ചസ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നെക്കിൻ്റെ ഷേപ്പ് മാറാതെ നല്ല ഷേപ്പ് കിട്ടും. എന്നിട്ട് ഈ ക്യാൻവാസ് മറിച്ചിടണം. ഇപ്പോൾ മറിച്ചിടുമ്പോൾ ഗ്ലൂ സൈഡ് റോങ് സൈഡിലേക്ക് ഒട്ടിച്ച് വെക്കുക. ഇപ്പോൾ സാധാരണ പോലെ ഗ്ലൂ സൈഡ് റോങ് സൈഡിൽ ആയി. ഇനി അയൺ ചെയ്ത് ഒട്ടിക്കുക. ഇനി ഈ ക്യാൻവാസ് മാക്സിയുടെ മോശം വശത്ത് വെച്ച് അറ്റാച്ച് ചെയ്യുക. ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടി സാധാരണ ചെയ്യുന്നത് പോലെ അടിച്ചെടുക്കുക. എന്നിട്ട് 4 ഇഞ്ച് വിട്ടിട്ട് ചുരിദാറിൻ്റെ നല്ല ഭാഗത്തേക്ക് മറിച്ചിടുക. എന്നിട്ട് പ്രസ് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അതിനടിയിൽ ലേസ് വെച്ച് കൊടുക്കുക. ലേസ് വെച്ച് കൊടുക്കുമ്പോൾ
പൊട്ട് പൊക്കിയിട്ട് അടിച്ച് കൊടുക്കണം. ആ കോർണറിൽ വരുമ്പോൾ നേരെയുള്ള ലേസ് ആയതുകൊണ്ട് കുറച്ചൊന്ന് മടക്കിയിട്ട് കൊടുക്കണം. പോൽ കൺമണികൾ